നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവനിൽ വീണ്ടും ആഘോഷ ദിനങ്ങൾ. രാജ്ഭവന് ക്രിസ്മസ് വിരുന്നിനായി തുക അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഡിസംബർ 13-നാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. 17-നാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഗവർണറുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. ക്രിസ്മസ് ആഘോഷം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നു, ഗവർണറെ ക്ഷണിക്കുന്നില്ല. ഗവർണർ രാജ്ഭവനിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടുന്നതിനിടെയായിരിക്കും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരികയും ആ ആഘോഷങ്ങളിലും ഇരുവരുടെയും ആ ഒരു ഏറ്റുമുട്ടലിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രതിഫലിക്കുന്നതും കേരളം പലതവണ കണ്ടിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 2 ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെയധികം കേന്ദ്രമായി മാറിയിരുന്നു. രാജ്ഭവൻ ക്രിസ്മസ് മാത്രമല്ല, വയോധികർക്കൊപ്പമുള്ള ക്രിസ്മസ് ആഘോഷവും വളരെയധികം വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതായത് സർക്കാർ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു, ഗവർണറെ ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിക്കുന്നില്ല. അതേ ദിവസം അല്ലെങ്കിൽ ഈ ഗവർണർ മറ്റൊരിടത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ഈ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായി അറിഞ്ഞതാണ്. ചുവന്ന തൊപ്പിയൊക്കെ വെച്ച് അദ്ദേഹം കഴിഞ്ഞ ക്രിസ്മസ് വളരെയധികം ആഘോഷമാക്കിയിരുന്നു. കുറേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒപ്പമായിരുന്നു ക്രിസ്മസ് ആഘോഷമാക്കിയത്. സന്തോഷത്തോടെ ഗവർണർ ക്രിസ്മസ് കേക്ക് മുറിച്ചു. ഗവർണറുടെ ക്രിസ്മസ് ആഘോഷം കോട്ടൂളി ഹോം ഓഫ് ലവ് വയോജന ഹോമിലായിരുന്നു. വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ആ ഒരു ക്രിസ്മസ് ആഘോഷം. അവിടെയുള്ള വയോജനങ്ങൾക്കൊപ്പം ചേർന്ന് അദ്ദേഹം ക്രിസ്മസ് ആഘോഷമാക്കി മാറ്റി. ഹോം ഡയറക്ടർ സിസ്റ്റർ ആൻസലിൻ ആയിരുന്നു ഗവർണറെ സ്വീകരിച്ചത്. മറ്റ് സിസ്റ്റർമാരെല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള സ്വീകരണം ഗവർണർക്ക് ഒരുക്കിയിരുന്നു. ഭിന്നശേഷിക്കാരായ പെൺകുട്ടി ഗാനം ആലപിച്ച് ഗവർണറെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആ കുട്ടിയെ ചേർത്ത് പിടിച്ച് ഗവർണർ സന്തോഷം പങ്കിട്ടു. വട്ടം കൂടി നിന്ന് എല്ലാവരും ക്രിസ്മസ് കേക്ക് മുറിച്ച് കരോൾ ഗാനം പാടി. ഈ ഗാനം ആലപിക്കാനെത്തിയ അമ്മൂമ്മയ്ക്കൊപ്പം ഗവർണർ നൃത്തം ചെയ്തു. പിന്നീട് ഓരോ വൃദ്ധരുടെയും അരികിലെത്തിയ അദ്ദേഹം ക്രിസ്മസ് സമ്മാനമായി വാട്ടർ ബോട്ടിൽ നൽകി. സന്ദർശക പുസ്തകത്തിൽ ഗവർണർ എഴുതിയ വാക്കുകൾ: ഇവിടെ ഞാൻ നന്മയുടെ നക്ഷത്രത്തെ കണ്ടു. സിസ്റ്റർമാർ കരുതലും സ്നേഹമുള്ളവരാണ്, നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരാണ് ദൈവത്തെ കാണുന്നത് എന്നൊരു കുറിപ്പൊക്കെ ഗവർണർ അന്ന് എഴുതിയിരുന്നു. എല്ലാവർക്കൊപ്പം ചേർന്ന് സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. പോകുന്നതിന് മുമ്പ് ക്രിസ്മസ് ദിനത്തിൽ ഹോമിലെ 96 അന്തേവാസികൾക്കുള്ള ആഹാരം താൻ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു വേറിട്ട ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഗവർണറുടെ ക്രിസ്മസ് ആഘോഷം. ഇത്തവണയും അത്തരത്തിലുള്ള വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം മസ്കറ്റ് ഹോട്ടലിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന മുഖ്യമന്ത്രിയുടെ വിരുന്നിലേക്ക് ഗവർണർക്ക് ക്ഷണമില്ലായിരുന്നു. ഗവർണറും സർക്കാരും തമ്മിൽ തുറന്ന പോരിനിടെയായിരുന്നു ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ വിരുന്നുകൾക്ക് സാധാരണ നിലയിൽ ഗവർണർമാരെ ക്ഷണിക്കാറില്ല. കഴിഞ്ഞ റംസാൻ കാലത്ത് നടത്തിയ ഇഫ്താർ വിരുന്നിലും ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല. എന്നാൽ ജസ്റ്റിസ് പി സദാശിവൻ ഗവർണറായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയുടെ വിരുന്നുകളിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിരുന്നു. നേരത്തെ രാജ്ഭവനിൽ ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ക്ഷണമുണ്ടായിരുന്നെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല. എന്നാലും ഇത്തവണ ക്രിസ്മസ് ആഘോഷം എങ്ങനെയായിരിക്കും? സർക്കാരിന്റെ ക്രിസ്മസ് ആഘോഷത്തിന് ഗവർണറെ ക്ഷണിക്കുമോ? രാജ്ഭവനിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ സർക്കാർ പ്രതിനിധികളെ ക്ഷണിക്കുമോ? അവർ പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.